നമസ്കാരം. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വധിച്ചത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വധമൊന്നും പുത്തരിയല്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇസ്രയേൽ ഇറാനെ തീർക്കാൻ രംഗത്തിറങ്ങി. അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം ആരംഭിച്ചു. അമേരിക്ക പെടാപ്പാടുപെടുന്നു. ഗൾഫ് രാജ്യങ്ങളൊക്കെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇസ്രയേൽ പക്ഷേ കൊലപാതകം തുടരുകയാണ്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് 2 പ്രധാനപ്പെട്ട നേതാക്കളെ അവർ വധിച്ചിരിക്കുന്നു. ഇറാൻ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അലി ഖൊമേനിയുടെ മരണത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുകയാണ് അവരുടെ ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ മരണം. സുപ്രീം സുരക്ഷാ ലീഡർ അൽ ലാറിജാനി മാത്രമല്ല, ഇന്റലിജൻസ് മന്ത്രി ഇസ്മയിൽ ഖത്തീബിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇറാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിന്റെ പക വീട്ടാൻ വേണ്ടി, ഇതിന്റെ നിരാശ മാറുന്നതിന് വേണ്ടി ഇറാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഖത്തറിനും സൗദിക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇത് വലിയ പ്രതിസന്ധി. UAE-ക്കെതിരെയൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഖത്തറിനോട് സഹകരിച്ചാണ് പോയിക്കൊണ്ടത്. ഖത്തറിലേക്ക് ആക്രമണം ഉണ്ടാവാറുണ്ടെങ്കിലും അമേരിക്കൻ കേന്ദ്രങ്ങളെയാണ് അവർ ആക്രമിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് അവർ ഇപ്പോൾ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടുകൂടി ഖത്തറും സൗദിയും ഇറാന് നേരെ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നു. കാരണം ഖത്തറിനും സൗദിക്കും ഒരു ഇളവുണ്ടായിരുന്നു. കുഴപ്പമുണ്ടാക്കണ്ട, ഇതിങ്ങനെ പോകട്ടെ എന്നതായിരുന്നു, പ്രത്യേകിച്ച് ഖത്തറിന്. എന്നാൽ ഖത്തർ ആകെ കലിപ്പിലായി. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഖത്തറിന്റെ സാമ്പത്തിക അവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിൽ പ്രകൃതിവാതക ശുദ്ധീകരണ കേന്ദ്രങ്ങളൊക്കെ ടച്ചുടയ്ക്കാൻ ഇറാൻ ഇറങ്ങിയതോടെ ഖത്തർ കലിപ്പിലാണ്. ഖത്തർ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. അതായത് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ഖത്തറും സൗദിയും UAE-യും ഒക്കെ ചേരുന്ന സാഹചര്യം ഉണ്ടാവും. പണ്ട് യമനെതിരെ ഇവരൊക്കെ ഒരുമിച്ചതാണ്. അതേ തരത്തിലുള്ള ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെടുന്നു. ഇറാൻ ശക്തമായി പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർ പ്രതിരോധിക്കുന്നുണ്ട്, അവർ ശക്തമായി ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭ്രാന്ത് പിടിച്ചുള്ള, അതായത് രക്ഷപ്പെടില്ല തങ്ങൾ എന്ന് ബോധ്യമായപ്പോൾ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇറാന്റെ മേൽ ആക്രമിച്ചാൽ ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു പോകും. ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. ഇറാൻ അത്തരം സാഹചര്യം ഒരുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ ഇറാന് വേണ്ടി കരഞ്ഞ പലരും രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ഇറാന് വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഖത്തറായിരുന്നു. ഖത്തർ ശത്രുപക്ഷത്ത് വന്നെങ്കിൽ പോലും ഖത്തറിന്റെ ഉടമസ്ഥാവകാശത്തിൽ അൽ ജസീറയാണ് ഇറാന് വേണ്ടി ഏറ്റവും കൂടുതൽ വാർത്ത കൊടുത്തിരുന്നത്. പിന്നീട് നമ്മുടെ മീഡിയ 1 മാധ്യമവുമാണ്. ഈ 2 മാധ്യമങ്ങൾ ലോകത്തിൽ ഇറാനെ പിന്തുണച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സുപ്രഭാതവും ചന്ദ്രികയും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ സുഡാപ്പിയുടെ എന്ന് വിളിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇവിടെ ഇറാൻ പക്ഷത്തങ്ങ് നിൽക്കുകയായിരുന്ന ആളുകൾ. ഇറാൻ കാട്ടിക്കൂട്ടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളോ ഭീകരതകളോ ഒന്നും ഒരു വിഷയമല്ലാതെ ഇറാന് വേണ്ടി കണ്ണീരൊഴുക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു. കാരണം ഖത്തറിനെതിരെ ആക്രമണമുണ്ടായി, സൗദിക്കെതിരെ ആക്രമണമുണ്ടായി. സൗദിയും ഖത്തറും ഒരുമിച്ച് ഇറാനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതോടുകൂടി പൂർണ്ണമായും ഇറാൻ ഒറ്റപ്പെടുകയാണ്. ഇറാനെ പിന്തുണച്ചിരുന്നവരൊക്കെ തടിതപ്പി രക്ഷപ്പെടുകയാണ്. ഞാൻ ഇന്ന് രാവിലെ അൽ ജസീറ എടുത്തു നോക്കുമ്പോൾ അൽ ജസീറയ്ക്ക് പോലും ഇറാനോട് സഹതാപം നഷ്ടപ്പെട്ടിരിക്കുന്നു. അൽ ജസീറയുടെ റിപ്പോർട്ടിംഗ് മാറിയിരിക്കുന്നു. കാരണം ഖത്തറിനെ ആക്രമിച്ചു, ഖത്തർ വലിയ നാശനഷ്ടത്തിലേക്കും ഉണ്ടായി. ഇറാൻ ഡിപ്ലോമാറ്റുകളെ പുറത്താക്കി. ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി അൽ ജസീറയ്ക്ക് ഇറാനെ പിന്തുണയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പെട്ടെന്ന് നോക്കിയായിരുന്നു, നമ്മുടെ ഈ നിരന്തരം ഇറാന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ആദ്യം പോയി നോക്കിയത് നമ്മുടെ ബഷീർ വള്ളിക്കുന്നിൻ്റെ പോസ്റ്റാണ്. ബഷീർ വള്ളിക്കുന്നാണ് ആകെപ്പാടെ കരഞ്ഞുകൊണ്ടിരുന്നത്. ബഷീർ വള്ളിക്കുന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ യുദ്ധത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ശ്രീജ നെയ്യാറ്റിൻകര രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത്. ആബിദ് അടിവാരം രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത്. അവരൊക്കെ വിട്ടു. കാരണം ഖത്തറും സൗദിയും ഇപ്പോൾ ഇറാനെതിരായിരിക്കുന്നു. ഖത്തറിനെയും സൗദിയെയും ഇല്ലാതാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. അപ്പം ഖത്തറിനെയും സൗദി ആക്രമിക്കുമ്പോൾ ഇവർക്ക് ഇറാനെ പിന്തുണയ്ക്കാൻ കഴിയാത്ത സാഹചര്യം. ഇതാണ് വാസ്തവം. പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യമാണ്. ഇറാൻ ആവട്ടെ, ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇപ്പോഴും പറഞ്ഞു, ഇന്നും പറഞ്ഞു, വലിയ വായിൽ പറഞ്ഞു, ഞങ്ങൾ ആക്രമിച്ചിരിക്കും, അമേരിക്കയെ പിന്തുണയ്ക്കുന്നവരും കൃത്യമായി ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ മേധാവി രംഗത്ത് വന്നിട്ടുണ്ട്, പുതിയ സുപ്രീം ലീഡർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കണ്ണീരൊഴുക്ക് അവർ സ്ഥിരം ചെയ്യുന്നതാണ്. ഇറാൻ തലങ്ങനം വിലങ്ങനെയും ഭ്രാന്ത് പിടിച്ച് അടിക്കുന്നുണ്ട് എന്ന് വാസ്തവമാണെങ്കിലും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അവർക്കൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആരും ചെയ്യാത്ത വിധത്തിൽ ഖത്തറിൻ്റെയും സൗദിയുടെയും UAE-യുടെയും ഒക്കെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. പൂർണ്ണമായി ഒറ്റപ്പെട്ട ഇറാന്റെ അവസാനിക്കുന്നതിന് മുൻപുള്ള നിലവിളി എന്ന തരത്തിലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇല്ലാതാക്കും, അലി ലാരിയുടെ രക്തസാക്ഷിത്വം കണ്ടന് നീതി നടപ്പിലാക്കും, ഓരോ തുള്ളി രക്തത്തിനും വില കൊടുക്കേണ്ടി വരും, ശത്രുക്കളുടെ ശത്രുതയെ മാത്രമാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്, നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. ഇത് സ്ഥിരം അടിക്കുന്നതാണ്. എത്രയോ കാലമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുപ്രീം ലീഡറെ ഖുമേനിയെ കൊന്നു, ഇറാന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഹമാസ് നേതാക്കളെ ഒന്നൊന്നായി കൊന്നു. പക്ഷെ ഇവർക്കൊന്നും ഈ വാചകം അടിക്കാൻ മാത്രമേ പറ്റുന്നു. ചില ആക്രമണം നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക്
ഫലപ്രദമായി അവർക്ക് ഇസ്രായേലിനും അമേരിക്ക ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവരിപ്പോഴും ഇസ്രായേൽ ഇല്ലാത്ത ലോകം സ്വപ്നം കണ്ട് ജീവിക്കുകയാണ്. അതേക്കുറിച്ച് ജിതിൻ കെ ജേക്കബ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ തലവൻ ഇസ്മയിൽ ഖനി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്രായേൽ 2024 തട്ടിക്കളഞ്ഞത്. അന്ന് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. അടുത്തതായി ഹമാസിന്റെ തലവനായി ചാർജ് എടുത്ത തീവ്രവാദി യാഹിയ സിൻവരെ തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ കൊന്നു. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. മറ്റൊരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള ഇസ്രായേൽ 2024 ലെബനനിൽ വെച്ച് ഹൂറിഫൈ ചെയ്തു. ബാക്കിയുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ ബാൾസ് പൊട്ടിത്തെറിച്ച് ചത്തു. തീവ്രവാദികൾക്ക് ഹൂറിമാരെ കിട്ടിയിട്ടും കാര്യമില്ലാണ്ടാക്കി കളഞ്ഞു ഇസ്രായേൽ. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28 തന്നെ ലോകം കണ്ട കൊടും ക്രൂരനും മതഭ്രാന്തനുമായി ഇറാൻ പരമോന്നത തീവ്രവാദി നേതാവ് അയത്തുള്ള അലി ഖമേനിയെയും ഇറാന്റെ തലമുതിർന്ന നേതാക്കന്മാരെയും ഇസ്രായേൽ തട്ടിക്കളഞ്ഞു. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനിയെ ഭരിക്കാൻ കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ആക്രമിച്ചു. അയാൾ ചത്തോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ആ ഭീരു ഒളിവിലാണ്. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മയിൽ ഖത്തിബിയുനെയും ഇസ്രായേൽ തട്ടി. അന്നും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇറാൻ ഭരണകൂടത്തിന്റെ സുസംഘടിതമായി നിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച പരമോന്നത സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനെയും ഇസ്രായേൽ ഇന്നലെ തട്ടി. ഇപ്പോഴും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന്. ആധുനിക ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഇറാൻ ആത്മീയ നേതാവായിരുന്നു ഖൊമേനിയെ തട്ടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇസ്രായേൽ തീർത്തത്. സ്വന്തം രാജ്യത്തിന് ഭരണാധികാരിയെ സംരക്ഷിക്കാൻ പോലും കഴിയാത്തവരാണ് ഇപ്പോൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു നടക്കുന്നത്. കിലേരി അച്ചുമാർ സിനിമയിൽ മാത്രമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞ 19 ദിവസത്തിൽ 3876 തവണയും ഇറാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഊതിപ്പെരിപ്പിച്ച ഗൾഫ് മഹത്വം. ഇടയ്ക്ക് സുഡാപ്പികൾ പൊക്കിക്കൊണ്ട് നടന്ന മറ്റൊരു രാജ്യമുണ്ട്, ഖത്തർ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ചൊറിയാൻ വന്നപ്പോൾ അതേ നാണയത്തിൽ മറുപടി ഇന്ത്യ നൽകി. ഇന്ത്യയിലെ സുഡാപ്പികളെ തൊട്ടാൽ ഖത്തർ ഇടപെടും എന്നൊക്കെ പറഞ്ഞ് സുഡാപ്പികൾ കിനാവ് കണ്ടു നടന്ന കാലം. ഇസ്രായേൽ ഖത്തറിൽ കയറി ഹമോസോളികളെ തീർത്തപ്പോൾ എന്തായിരുന്നു ബഹളം? ഞാൻ കരുതി അന്ന് രാത്രി കൊണ്ട് തന്നെ ഇസ്രായേൽ ഭൂമുഖത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമാകുമെന്ന്. എന്തായാലും വീരവാദവും ഇരവാദവും മോങ്ങലും ഒക്കെ നടക്കട്ടെ. ഒക്ടോബർ 7 എന്ന ദിനം നീയൊന്നും ഒരിക്കലും മറക്കരുത്. നീയൊക്കെ 1500ഓളം സാധാരണ മനുഷ്യരെ കൊന്നപ്പോൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ, അതിന് പേരിൽ ആഹ്ലാദം ആർപ്പ് വിളിയും നടത്തിയപ്പോൾ ഇമാതിരി തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലേ? ഇസ്രായേലിന്റെ ക്രോധത്തിൽ ഇതുവരെ 1 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. അതിൽ സാധാരണക്കാരും ഉണ്ടാകും. പക്ഷേ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ? അവർ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതിയോ? ഒക്ടോബർ 7 ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഗോദ്ര ഇല്ലായിരുന്നുവെങ്കിൽ ഗുജറാത്തും. കല്ലിനുമേൽ കല്ല് ശേഷിക്കാതെ ചത്തുതലിയാൻ ഒക്ടോബർ 7 ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തിയവർക്ക് അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഗൗരവമേറിയ വിഷയം തന്നെയാണിത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ കടന്നു കയറി ആക്രമിച്ചെടുത്തു തുടങ്ങിയതാണ് ദുരന്തമൊക്കെ. ഇറാന്റെ അവസ്ഥ അതിദയനീയമാണ്. ഇറാൻ ഇല്ലാതാവുന്നതിന് മുൻപ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. UAEയും സൗദിയും ഖത്തറുമൊക്കെ ദുരിതമനുഭവിക്കുന്നു. അവിടെയുള്ള ലക്ഷക്കണക്കിന് മലയാളികളടക്കമുള്ള പ്രവാസികൾ ദുരിതമനുഭവിക്കുന്നു. ഇതൊക്കെ വരുത്തി വെച്ചത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തോടെയാണ്. ഇസ്രായേലിനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഡൂംസ്ഡേ ക്ലോക്ക് ഉണ്ടാക്കി അവരുടെ അന്ത്യദിനം എണ്ണിക്കൊണ്ടിരിക്കുന്ന ഇറാനെ തീർക്കാതെ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോഴിതാ ഇറാനെ ഇല്ലാതാക്കാൻ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ഖത്തറും UAEയും സൗദിയും അമേരിക്കയോടും ഇസ്രായേലിനോടും ചേർന്ന് ഇറാന്റെ മേൽ ആയുധം പ്രയോഗിക്കുന്നു. ഇറാൻ ഇല്ലാതായാൽ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇല്ലാതാകും. ലോകത്തെ ഇസ്ലാമിക ഭീകരവാദം ഇല്ലാതാവും. ലോകത്തിന് മുൻപിലുള്ള വഴി അത് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ യുദ്ധം നടക്കുന്നത്. അതിന്റെ ദുരിതമാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ അനുഭവിക്കുന്നത്. ഇറാൻ ചോദിച്ചു വാങ്ങിയ ദുരന്തം അനുഭവിച്ച് തീർക്കുകയല്ലാതെ വേറെ വഴിയില്ല.